സമര നാടകം, പിന്നാലെ അക്രമം, ആശുപത്രി നാടകം. എന്തിനായിരുന്നു ഇതെല്ലാം? ഈ പ്രഹസനങ്ങളെല്ലാം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കേരള പൊതുസമൂഹം രാഷ്ട്രീയ മാലിന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തിയ മറ്റൊരാൾ എൻട്രി ചെയ്യുന്നു. പിന്നാലെ ഷാഫി പറമ്പിലിനൊപ്പം നിന്ന് ഫോട്ടോയും ഫേസ്ബുക്ക് പോസ്റ്റും. സ്വർണ്ണക്കള്ളന്മാർ ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. ഷാഫിയെ തൊട്ടാൽ കേരളം പ്രതികരിക്കും, സ്വർണ്ണക്കള്ളന്മാരെ പിടിക്കും എന്നാണ് ഈ FB പോസ്റ്റ്. ആ പോസ്റ്റിൽ പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലായിരുന്നോ ഷാഫിയുടെ സമരം? അല്ല, അത് പ്രാദേശികമായി ഷാഫിക്കുണ്ടായ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. ആ വിഷയത്തിലേക്ക് നമ്മൾക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. നാടുനീളെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. മിക്കതും പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി. അതിനെയൊന്നും സമരമെന്ന് പറയാനേ സാധിക്കുകയില്ല. അതിക്രമങ്ങളാണ് സമരം എന്ന പേരിൽ നാടുനീളെ നടക്കുന്നത്. പോലീസിനെ പ്രകോപിപ്പിച്ച് സംഘർഷങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഓരോ സംഘർഷങ്ങൾക്ക് പിന്നാലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഡെയിലി വന്ന് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. വയനാട് ഫണ്ട് തട്ടിപ്പ്, ലൈംഗികാപവാദം തുടങ്ങി എണ്ണമറ്റ ആരോപണങ്ങളാൽ പൊതുസമൂഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാതെ ഒളിച്ചു ജീവിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് തെരുവിൽ നടക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരങ്ങൾ ആസൂത്രിതമാണോ എന്ന സംശയം പൊതുസമൂഹത്തിൽ രൂപപ്പെടുന്നതിനുള്ള കാരണവും. ഇനി ശബരിമല ശില്പപാളിയിലെ സ്വർണ്ണമോഷണ വിഷയം. പതുക്കെ കോൺഗ്രസ് ആ വിഷയത്തിലെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ കടകംപള്ളിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിഞ്ഞു. ദ്വാരപാലക ശില്പങ്ങൾ കടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായമായി പ്രവർത്തിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് BJP സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് എന്ന വാർത്തയും ഇപ്പോൾ പുറത്തെത്തിക്കഴിഞ്ഞു. ശബരിമലയിലെ ശില്പപാളി വിഷയത്തിലെ സത്യം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷം മാളത്തിലേക്ക് കയറാനും ആരംഭിച്ചു. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിഷയമായി അവർ ഉയർത്തുന്നതാകട്ടെ ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയാണ്. എന്തിനായിരുന്നു അവിടെ ആ സമരം നടന്നത്? ഒരു കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പേരാമ്പ്രയിലാണ്. ദേശീയ വിഷയങ്ങളിൽ പ്രതികരിക്കാനല്ല, കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് SFI KSU പ്രശ്നത്തിൽ ഇടപെടുന്നതിനാണ് പേരാമ്പ്രയിൽ KC വേണുഗോപാൽ എത്തിയത്. എന്നാൽ വെറും ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംഘർഷമാക്കി മാറ്റുക മാത്രമാണോ കോൺഗ്രസ് ചെയ്തത്? അത് ഷാഫി പറമ്പിലിന് പറ്റിയ ജാള്യത മറക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതായിരുന്നു. സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീട് കോൺഗ്രസിന്റെ വീടാക്കി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു. ലൈഫിലൂടെ ലഭിച്ച 4 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ വീടിന്റെ താക്കോൽ ദാനം കോൺഗ്രസ് കുടുംബ സംഗമത്തിൽ വെച്ച് ഷാഫി നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ കള്ളം പെട്ടെന്ന് തന്നെ നാട്ടുകാർ അറിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് വാർത്താ സമ്മേളനം വിളിച്ച് സത്യാവസ്ഥ പറയുക കൂടി ചെയ്തതോടെ നാണക്കേട് ഇരട്ടിയാകുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നാലെയാണ് KSUവിന്റെ ഹർത്താൽ പേരാമ്പ്രയിൽ നടക്കുന്നത്. അതിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് പിന്നീട് LDFന്റെ പ്രതിഷേധം ഉണ്ടാകുന്നത്. KSUക്കാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് UDFും പ്രതിഷേധം നടത്തി. എന്നാൽ UDF പ്രവർത്തകർ പ്രതിഷേധം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ വരും വരെ റോഡ് ബ്ലോക്ക് ചെയ്തു. പിന്നീട് അവിടെ ആക്രമണം നടത്തിയതും കോൺഗ്രസ് തന്നെയാണ്. പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിയുന്നതും അത് പൊട്ടുന്നതും, ലാത്തി ഉപയോഗിച്ച് പോലീസിനെ മർദ്ദിക്കുന്നതും, അവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കല്ലുകളുടെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് സംഭവിച്ചതെല്ലാം വളരെ വേഗം. ചോര ഒഴുകുന്നു, ഒഴിക്കുന്നു. അത്യാസന്ന നിലയിലായിട്ടും കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രിയിലേക്ക് പോകുകയാണ്. പിന്നീട് മൂക്കിന് 3 മണിക്കൂർ നീണ്ട സർജറി നടത്തുന്നു. പക്ഷേ താടിയും മീശയും അതുപോലെ തന്നെ ഇരുന്നു. ICUവിനകത്തേക്ക് കോൺഗ്രസ് നേതാക്കളെ പ്രവേശിപ്പിച്ച് കാണിക്കുകയും ചെയ്തു. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി. പിന്നെ ഇല്ലാത്ത സ്റ്റിക്കർ പിന്നീട് ഒട്ടിക്കുന്നു. നാടകം പലപ്പോഴും പാളിയെങ്കിലും സസ്പെൻഷൻ കാലാവധി തീരുമ്പോഴേക്കും രാഹുലിനെ നേതൃത്വത്തിന്റെ ഭാഗമാക്കി വീണ്ടും സജീവമാക്കുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഷാഫി സഖ്യം നടപ്പിലാക്കുന്നത്.